ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ക്രിസ്തുമസ് ദിനം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ക്രിസ്തുമസ് ആശംസിക്കുകയാണ്. ഈ വർഷവും യുവജനസഖ്യമായി ഈ ക്രിസ്തുമസ് നാളുകളിൽ 25 ദിവസവും ഒരു ധ്യാനം പങ്കിടുവാൻ യുവജനസഖ്യാംഗങ്ങൾ ശ്രമിച്ചു. അതിൽ പ്രത്യേകമായിട്ട് യുവജനസഖ്യത്തെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ക്രിസ്തുമസ് സന്തോഷം നാം പങ്കിടുകയാണ്. എവിടെയും ഒരു സെലിബ്രേഷൻ മൂഡാണ്, ആഘോഷത്തിൻ്റെ ഒരു ദിനങ്ങൾ. ആഘോഷത്തിൻ്റെ കാരണം എന്താണ്? എല്ലാവരും ഒരേപോലെ പറയും, ക്രിസ്തു ജനിച്ചു എന്നതാണ് ആഘോഷത്തിൻ്റെ കാരണം. ആദ്യ ക്രിസ്തുമസും അതാണ് പ്രഘോഷിച്ചത്. സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം, നിങ്ങൾക്കായി ക്രിസ്തു ജനിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് ആഘോഷങ്ങളുണ്ട്, ആരവങ്ങളുണ്ട്. ആഘോഷങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. ഓരോ വർഷവും ആഘോഷത്തിൻ്റെ പൊടിപ്പും തൊങ്ങലും ഏറി വരികയാണ്. എന്നാൽ ഇന്ന് നേരിടുന്ന ഒരു അപകടം, ഇതിൽ ആഘോഷത്തിൻ്റെ യഥാർത്ഥ കാരണമായ ക്രിസ്തു നമ്മുടെ ആഘോഷങ്ങളിൽ എവിടോ ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ളത് നാം വിചിന്തനം ചെയ്യുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ക്രിസ്മസ് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രൈസ്റ്റ് മിസ് ആയി തീരുകയാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ എവിടെയൊക്കെയോ കർത്താവിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ പോകുന്നു എന്നതാണ് ഇന്നിൻ്റെ ഒരു യാഥാർത്ഥ്യം. ക്രൈസ്റ്റ് സെൻറ്റേർഡായ ക്രിസ്തുമസ് ക്രൈസ്റ്റ് മിസ്സായിട്ട് തീരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് ഒരു ക്രൈസ്റ്റ് സെൻറ്റേർഡായി തീരുവാൻ, നമ്മുടെ ആഘോഷങ്ങളെല്ലാം, നമ്മുടെ ജീവിതം പോലും ക്രൈസ്റ്റ് സെൻറ്റേർഡായി തീരുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ അർത്ഥം യഥാർത്ഥമായിട്ട് തീരുന്നത്. എങ്ങനെയാണ് ക്രിസ്തുമസ് യാഥാർത്ഥ്യമാകുന്നത്? സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് ദൂതൻ പറഞ്ഞത്. ഗ്രേറ്റ് ജോയ് ടു ഓൾ ദ പീപ്പിൾ. ഇന്നത്തെ കാലഘട്ടം സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആകുലതകൾ, അസ്വസ്ഥതകൾ ഏറുന്ന ഒരു കാലഘട്ടം. സർവ്വജനത്തിലുമുള്ള മഹാസന്തോഷം എന്ന് പറയുമ്പോൾ കേവലം ആഘോഷം ഒരാളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ, ഒരു സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാവർക്കും സന്തോഷം പങ്കിടുന്ന ഒരു അനുഭവമാകുമ്പോഴാണ് ക്രിസ്തുമസ് യഥാർത്ഥ അർത്ഥമായി തീരുന്നത്. തള്ളപ്പെട്ടവനെയും ഉപേക്ഷിക്കപ്പെട്ടവനെയും വേദനിക്കുന്നവനെയും ഒക്കെ ചേർത്ത് നിർത്തുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്തോഷം പങ്കിടുന്നതിന് കാരണമായി തീരുന്നത്. ക്രിസ്മസ് കാലയളവിൽ നാം ഏറെ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പദമാണ് ഇമ്മാനുവേൽ. വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ദൈവം നമ്മോട് കൂടെ എന്നുള്ളത്. ദൈവം നമ്മോട് കൂടെ എന്നതാണ് യഥാർത്ഥ ക്രിസ്തുമസിൻ്റെ സന്തോഷം തന്നെ. അപ്പോൾ കേവലം ഡിസംബർ 25 മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യമല്ല ഈ ഇമ്മാനുവേൽ അല്ലെങ്കിൽ ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അനുദിന ജീവിതയാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവീക കരുതൽ, ദൈവീക സാന്നിധ്യം, അത് യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അതുകൊണ്ട് ജീവിതയാത്രയിലുടനീളം നാം അനുഭവിക്കുന്ന ദൈവീക കരുതൽ, ദൈവീക സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഒരുപോലെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, ക്രിസ്തുമസ് അത് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. നമ്മളൊരു ക്രിസ്തുമസ് കാലയളവിലൂടെ കടന്നുപോയി ഒരു പുതുവർഷത്തിലേക്ക് നാം കടക്കുകയാണ്. കേവലം 3 ചിന്തകളാണ് പങ്കിടുവാനായിട്ട്, ചെറിയ ഒരു ചിന്തകളാണ് പങ്കിടുവാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, നമ്മുടെ ആഘോഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. ആഘോഷങ്ങളെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതയാത്രയിലുടനീളം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എപ്രകാരമാണ് നാം അനുഭവിക്കുന്നത്? ക്രൈസ്റ്റ് സെൻറ്റേർഡാണോ, അതോ ക്രിസ്തുവിനെ സൈഡിൽ മാറ്റി നിർത്തി നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ജീവിതയാത്രയും നാം മുന്നോട്ട് നയിക്കുകയാണോ എന്നത് നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. 2,
ക്രിസ്തുമസിൻ്റെ സന്തോഷം യാഥാർത്ഥ്യമാകുന്നത് സർവ്വജനത്തിനുമുള്ള ഒരു സന്തോഷമാണ്. എൻ്റെ ഇടങ്ങളിൽ സന്തോഷം നഷ്ടപ്പെട്ടവനെ ചേർത്ത് നിർത്തുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ സന്തോഷം പൂർണ്ണമായി തീരുന്നത്. മൂന്നാമത് പറയുവാൻ ശ്രമിച്ചത് ക്രിസ്തുമസ് ഇമ്മാനുവേൽ അനുഭവമാണ്. ദൈവം നമ്മോട് കൂടെ ഉള്ള അനുഭവമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നാം അനുഭവിക്കുന്നതും അതാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കും, അവനിൽ ഞാൻ വസിക്കുമെന്നാണ് ക്രിസ്തു അവിടെ പഠിപ്പിച്ചത്. അനുദിന ജീവിതയാത്രയിൽ നാം അനുഭവിക്കുന്ന ക്രിസ്തു സാന്നിധ്യത്തിന് എന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ക്രിസ്തുമസ് അനുഭവം കേവലം ഡിസംബർ 25 മാത്രമല്ല, ഓരോ അനുഭവ ജീവിതയാത്രയിലും കൂടെ നിൽക്കുവാനായിട്ട് ഇടയാകണം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ക്രിസ്തുമസ് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാം ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഇമ്മാനുവേൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ പുതിയ വർഷം നമുക്ക് ആരംഭിക്കുക മാത്രമല്ല, പുതിയ വർഷത്തിലുടനീളം ഈ ഇമ്മാനുവേൽ അനുഭവം ജീവിതത്തിൽ അനുഭവിച്ച് മുന്നോട്ട് നയിക്കാൻ വലിയവനായ ദൈവം നമ്മളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.